ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ റസ് വ്ലോഗ്. ഇന്ന് ഞാനിവിടെ കൊണ്ടുവന്നിരിക്കുന്നത് ചെമ്മീൻ റോസ്റ്റാണ് കേട്ടോ. അതിൻ്റെ കൂട്ടത്തിൽ ഞണ്ടും കൂന്തലൊക്കെ ഉണ്ട്. അതെല്ലാം കൂടി ഒരു റോസ്റ്റാക്കി ഉണ്ടാക്കിയാൽ എങ്ങനെ ഇരിക്കും എന്ന് നമുക്ക് നോക്കാം. ഇതിന് വേണ്ടിയിട്ട് ഞാൻ ഇതെല്ലാം ക്ലീനാക്കി കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. എല്ലാം പൊളിച്ചൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ. വേവിച്ചിട്ടില്ല, ഫ്രഷാണ്. എല്ലാം ക്ലീൻ ചെയ്ത് എടുത്തിട്ടുണ്ടെന്നേ ഉള്ളൂ. ഇതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ, ഞാനൊരു 2 സവോള അരിഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി ഇതെല്ലാം കൂടെ പേസ്റ്റാക്കി വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ചേർക്കേണ്ട പൊടി ഐറ്റംസ്, അതായത് മഞ്ഞൾ, മുളക് പൊടി, മസാല, ഗരം മസാലയാണ് കേട്ടോ. പിന്നെ ഉപ്പ്, ഇതെല്ലാം ചെയ്ത് മുളക് പൊടി ഇതൊക്കെ ചേർത്തിട്ടുണ്ട്. ആദ്യം നമ്മൾ അരിഞ്ഞെടുത്തിരിക്കുന്ന എല്ലാം കൂടി ചൂടായ എണ്ണയിലേക്ക് ഇട്ട് നന്നായി വഴറ്റിയെടുക്കാം. ഇതിലേക്ക് ഉപ്പ് ചേർത്ത് വഴറ്റുന്ന ഏറ്റവും ബെറ്റർ ആയിരിക്കും കേട്ടോ. അപ്പോൾ നമുക്ക് പെട്ടെന്ന് വഴറ്റിയെടുക്കാനായിട്ട് സാധിക്കും. നല്ലതുപോലെ ഒരു ബ്രൗൺ ഷെയ്ഡായി കഴിയുമ്പോഴത്തേക്കും നമുക്ക് ഇതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കാം. അതെന്തൊക്കെയാണെന്ന് ഞാൻ പറയാം കേട്ടോ. അപ്പോൾ നല്ലതുപോലെ നല്ല ബ്രൗൺ ഷെയ്ഡായി അത്യാവശ്യം ഒരു സ്മെല്ലൊക്കെ വരുന്ന രീതിയിലൊക്കെ ആകുമ്പോഴത്തേക്കും പേസ്റ്റാക്കി ചേർക്കുന്നത് കൊണ്ട് ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയൊക്കെ നല്ലൊരു സ്മെല്ല് കിട്ടും. അത് നന്നായി ഇളക്കി എല്ലാം കൂടി യോജിപ്പിച്ച് നന്നായി ഇളക്കി നല്ലപോലെ വഴറ്റിയെടുക്കണം. ഇതിലേക്ക് ചേർക്കുന്ന ഇൻഗ്രീഡിയൻസ് ഒരു 1.25 സ്പൂൺ മുളക് പൊടി, ഒരു സ്പൂൺ മല്ലിപ്പൊടി, അത് കറി ഇച്ചിരി കുറുകാൻ കഴിട്ടിട്ടാണ് കേട്ടോ. പിന്നെ 1 സ്പൂൺ ഗരം മസാല, ഒരു നുള്ളു മഞ്ഞൾ, ഇതെല്ലാം കൂടി ചേർത്ത് നമുക്ക് നന്നായിട്ട് വഴറ്റിയെടുക്കാം. നല്ലതുപോലെ ഇത് വഴറ്റിയെടുക്കണം കേട്ടോ. കറിവേപ്പില ചേർക്കാൻ മറന്നു പോകരുത്. ഏറ്റവും ബെറ്ററായിട്ടുള്ള സാധനമാണ്. എന്ത് കറിക്ക് എപ്പോഴും കറിവേപ്പില ചേർക്കുന്നത് പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും. കറിവേപ്പ് എപ്പോഴും മുടി വളരാനും ഒക്കെ നന്നായി ഉപയോഗിക്കുന്നതാണ് കേട്ടോ. എണ്ണ കാച്ചാനൊക്കെ ഈ സാധനം എടുക്കാറുണ്ട്. വഴറ്റിയെടുത്തതിന് ശേഷം നമുക്ക് ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുന്ന ചെമ്മീൻ, ഞണ്ട് എല്ലാം കൂടി ചേർത്ത് നമ്മുടെ മസാലക്കൂട്ടിലേക്കിട്ട് നന്നായി ഇളക്കിയെടുക്കാവുന്നതാണ്. നല്ലതുപോലെ മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഇത് വേകാനായി കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുക. കുറച്ചെന്ന് പറയുമ്പോൾ ഒരുപാടായി പോകരുത്. ജസ്റ്റ് വേകാനായിട്ട് കൂടിപ്പോയൊരു 1 ഗ്ലാസ് വെള്ളമൊക്കെ ഒഴിക്കാവുള്ളൂ. ഓൾറെഡി ഇതെല്ലാം വെള്ളമുള്ള സാധനം ആയതുകൊണ്ട് തന്നെ വെന്ത് വരുമ്പോൾ ഇതിനാവശ്യത്തിനുള്ള വെള്ളം കിട്ടും. അതുകൊണ്ട് തന്നെ ഒരുപാട് വെള്ളം ചേർക്കരുത്. ഈ ഒരു അളവിലെ വെള്ളം ചേർക്കാവുള്ളൂ. ഇത് ചേർത്ത് നല്ലതുപോലെ തിളച്ചൊക്കെ വരണം. ഇതൊക്കെ ഇങ്ങനെ ഒതുക്കി ഒന്ന് സെറ്റാക്കി വെക്കാം. ഞാനിത് തവിയിലെ മസാല ആ വെള്ളത്തിൽ തന്നെ കഴുകി ആ കറിയിലേക്ക് ചേർത്ത് വെച്ചതാണ് കേട്ടോ. ഇനി ഇത് നമുക്ക് വേകാനായിട്ട് വെക്കാം. നമ്മുടെ കറി തിളക്കാൻ തുടങ്ങിയിട്ടുണ്ട്. നല്ലപോലെ തിളച്ച് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇനി നന്നായി തിളച്ച് വെള്ളം പറ്റുന്നവരെ തിളപ്പിക്കണം കേട്ടോ. അത് നല്ലപോലെ ഇങ്ങനെ ഇടയ്ക്ക് ഇളക്കി കൊടുക്കുക, അടുക്കി പിടിക്കാതിരിക്കുക. നന്നായി തിളച്ച് കുറച്ച് ചാറൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഒരുപാടിട്ട് പറ്റിക്കണ്ട. ജസ്റ്റ് നല്ലപോലെ റോസ്റ്റ് ആക്കണമെന്നുണ്ടെങ്കിൽ മാത്രം നല്ലപോലെ പറ്റിച്ച് എടുക്കാവുന്നതാണ്. ഞാൻ കുറച്ച് ചാറ് നിർത്തിയാണ് എന്തായാലും എടുക്കുന്നത്. അതും ടേസ്റ്റി ആയിരിക്കും. അതനുസരിച്ച് ഉപ്പിൻ്റെ അളവ് വെച്ച് നമുക്ക് ആവശ്യത്തിനനുസരിച്ച്, ഇപ്പോൾ ഉപ്പ് കുറവ് ആവശ്യമുള്ളവരുണ്ടായിരിക്കാം, കൂടുതലായിട്ട് വേണ്ടവരുണ്ടായിരിക്കാം. അതനുസരിച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇതിലേക്ക് ഈ ഒരു കൺസിസ്റ്റൻസിയിൽ നമുക്ക് എടുക്കാം. ഇത് കൂടാതെ ജസ്റ്റ് നല്ലപോലെ ഫ്രൈ ആക്കി എടുക്കാവുന്നതാണ്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ ചേർക്കുന്ന ഉപ്പിൻ്റെ അളവിൽ വ്യത്യാസം വരുത്തണം. അടുത്തൊരു വീഡിയോയിൽ വരുന്നവരെ ബൈ ബൈ.